ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാജീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. പൂക്കളെയും പൂച്ചെടികളെയും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സൊന്ന് ഒരു ചഞ്ചലമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് പോയി നമ്മൾ ആ പൂക്കളെല്ലാം ഒന്ന് കണ്ട് ഒന്ന് താലോലിച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സൊരു ഒരു ഒരു ഫ്രഷ് ആയിട്ട് വരും. അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയ ആളെ പരിചയപ്പെടുത്തിയാണ്. അതായത് പൂക്കളും പൂച്ചെടികളൊക്കെ നട്ടുപരിപാലിക്കുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൃഷികൾ, തേനീച്ച വളർത്തൽ, അതേപോലെ തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മാണം, അങ്ങനെ പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു യുവ കർഷകനെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് അദ്ദേഹം അഡീനിയം പ്ലാന്റ്സാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നത്. ഏകദേശം 200ഓളം പലതരത്തിലുള്ള അഡീനിയത്തിൻ്റെ ചെടികളും ആയിരക്കണക്കിന് പ്ലാന്റ്സുകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ നഴ്സറിയും അതേപോലെ തന്നെ പൂക്കളെയൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. ഓക്കെ. എന്താണ് പേരെന്താന്ന് പറഞ്ഞ? പേര് ബാബു. ബാബു അല്ലേ? ഇത് നമ്മുടെ തിരുവാമ്പാടി കോടഞ്ചേർ റൂട്ടില് ഇലഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ദേവി ക്ഷേത്രമുണ്ട് അതിന്റെ അടുത്താണ്. ഒരു 500 മീറ്റർ മുന്നോട്ട് വന്നാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ ബാബുച്ചേട്ടന് ഇതിപ്പോ എത്ര വർഷമായി ഇതിന്റെ? ഞാൻ ഇപ്പൊ ഒരു 11 വർഷമായിട്ട് സജീവമായിട്ടുണ്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിന്റെ വളർത്തലൊന്നും അറിയത്തില്ലായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. പിന്നീട് ഇത് പഠിച്ചതിന് ശേഷം വ്യാപകമാക്കുക. അതുപോലെ തന്നെ ഇതിപ്പം ഈ അടീനി മാത്രമേ ഉള്ളൂ അതോ വേറെ? ഇപ്പൊ അടീനി മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരുപാട് ഇനം ചെടികളൊക്കെ ഉണ്ടായിരുന്നു, റോസുകളൊക്കെ. അപ്പൊ ഈ ഒറ്റ ചെടിയിലേക്ക് ശ്രദ്ധ തിരിച്ചേക്കുന്നു. അപ്പൊ നമുക്ക് ഈ അടീനിയത്തിന്റെ തന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരുപാട് ചെടികൾ ഇപ്പൊ കണ്ടു. അപ്പൊ അതിൽ നമുക്ക് ഇതിന്റെ ഏകദേശം നമുക്ക് എത്ര വെറൈറ്റികളൊക്കെ? നമുക്ക് 200-ലധികം വെറൈറ്റി ഉണ്ട്. 200 വെറൈറ്റികൾ. ഇപ്പൊ നമുക്ക് അത് സെയിലുണ്ടോ? സെയില് നമുക്ക് എല്ലാം ഒന്നിച്ച് ഒരേ സമയത്ത് സെയിൽ കിട്ടിയല്ല. പൂക്കൾ ഉണ്ടാകുന്നതനുസരിച്ച് ഇങ്ങനെ പോകുന്നു. ഏകദേശം നല്ല വെറൈറ്റികളെല്ലാം ഓരോ വർഷവും നമ്മള് നല്ല സെയിലുണ്ട് ഇവിടെ അല്ലേ? സെയിലുണ്ട് അത്യാവശ്യം. നഴ്സറിക്കാർ കൊണ്ടുപോകുന്നുണ്ട്, അല്ലാണ്ട് വീട്ടുകാർ വന്ന് എടുക്കുന്നുണ്ട്. കൃഷി ഞാനിതൊരു ഹോബിയായിട്ട് തുടങ്ങിയതാ. പിന്നെ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് ചെയ്യുന്നത്. അതെ, നമ്മള് പൂവായി കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ തോന്നുന്നില്ല. അതാണ് പ്രത്യേകത. ഹോബിയെ മെയിൻ ഹോബിയായിട്ട് തന്നെയാണ്. പരിചരണം മറ്റു രീതികളൊക്കെ അത് പരിചരണം എന്ന് പറഞ്ഞാൽ ഇത് സക്കുലന്റ് വെറൈറ്റിയാണ്. അതായത് വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഡെസേർട്ട് റോസ് എന്ന് പറയും. അവൻ മരുഭൂമി അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആ സ്ഥലത്ത് പിന്നെ അതിജീവിക്കുന്നതാണ്. അപ്പൊ ഇതിന് ഓവറായിട്ട് വെള്ളം പാടില്ല. പിന്നെ ഇതിന്റെ കാഡക്സില് വെള്ളം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട് ചെടിക്ക്. അതിന്റെ ചുവട് ഭാഗമാണ്. ചുവട് ഭാഗമാണ്. നമ്മളൊരു ചെറിയ പ്ലാന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ഒന്ന് നടുന്ന രീതിയെ കുറിച്ച് നമ്മള് പോട്ടി മിക്സ്, മണലും മണ്ണും ചാണകപ്പൊടി. മണ്ണ് ചാണകപ്പൊടി 3 സാധനമാണ് വേണ്ടത്. പിന്നെ എല്ലുപൊടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ആവശ്യമില്ല. നമ്മള് ആദ്യത്തെ റീപോർട്ടിങ്ങിലൊക്കെ ഈ എല്ലുപൊടി വെപ്പ് മണ്ണാക്കിലേക്കൊക്കെ ചെന്നാൽ മതി. അപ്പം ഈ പോട്ടി മിക്സില് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉമി ചേർക്കുന്നത് നല്ലതാണ്. ഉമി ഒരു 20% ചേർക്കുന്നത് നല്ലതാണ്. നീർവാർച്ച കൂടുതൽ കിട്ടാൻ വേണ്ടി. ചകിരിച്ചോറ് നമ്മൾ മഴ നനയാണ്ട് വെക്കുന്ന ഉള്ള സംവിധാനത്തിലാണെങ്കിൽ ചകിരിച്ചോറ് നല്ലതാണ്. പക്ഷെ അല്ലാണ്ട് മഴ നനയുന്നിടത്താണെങ്കിൽ ചകിരിച്ചോറ് കൂടുതൽ വെള്ളം പിടിച്ചു നിർത്തുന്നതിന്റെ പേരിൽ ചെടിക്ക് ചീച്ചിൽ വരാം, ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ പോട്ടുകൾ മതി, അല്ലെങ്കിൽ ചെറിയ കവറുകൾ മതി. ഒരുപാട് വലിയ ചെടി ഒരുപാട് വലിയ പാത്രങ്ങളിൽ ഇത് നടരുത്. വലിപ്പത്തിനനുസരിച്ച് ഇത് മാറ്റി കൊടുക്കാവുള്ളൂ.
ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഏകദേശം എത്ര വർഷമൊക്കെ അത് 11 വർഷമായ ചെടിയാണ്. 11 വർഷം. അതെ, മദർ പ്ലാന്റുകളാണ്. 11 വർഷമായതാണ്. അത് സെയിലല്ല. താഴെ ഇരിക്കുന്നത് 7 വർഷവും 8 വർഷവും ഒക്കെ ആയ ചെടികളാണ്. ഇപ്പോൾ നല്ല വേനലായിരം രൂപ പേരിൽ 1.5 ദിവസം നനയ്ക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ ഡെയിലി ഒരു ചെറിയ നന കൊടുക്കും. അല്ല, ഒരു നേരം. അത് പൂക്കൾക്ക് കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നനവ് കുറവാണെങ്കിൽ ഇത് പൂക്കൾ പൊഴിഞ്ഞു പോകാൻ. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂ വിരിഞ്ഞാൽ ഒരു 6 ദിവസം 7 ദിവസം വരെ നിൽക്കും. ചില പൂക്കൾ പെട്ടെന്ന് പോകും. ചെടികളുടെ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും ആവറേജ് ഒരു 6 ദിവസമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നനയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിൽ മാത്രം നനയ്ക്കുക. ഇലകളിലും പൂക്കളിലും വെള്ളം ചാടാതെ ശ്രദ്ധിക്കുക. ചുവട്ടിൽ മാത്രം നനയ്ക്കുക. പിന്നെ വളപ്രയോഗം ജൈവവളം കൊടുക്കാം. ഒരു 15 ദിവസം കൂടുമ്പോൾ ചാണകം പുളിപ്പിച്ചത് അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാം. ബയോഗ്യാസിന്റെ ഒക്കെ നല്ലതാണ്. നമ്മൾ അതിന്റെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന്റെ തെളി എടുത്തൊഴിക്കുക. പിന്നെ NPK തുല്യ അനുപാതമുള്ളത് ചെയ്യാം. അതൊക്കെ വളരെ കുറച്ചേ ചെയ്താൽ മതി. ഒരു ചെടിക്ക് സാധാരണ പറഞ്ഞാൽ ഒരു 3-4 ഗ്രാമിൽ കൂടുതൽ കൊടുക്കരുത്. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതെ. വളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എന്തായാലും നിർബന്ധമായിട്ട് നനച്ചിരിക്കണം അല്ലേ? നനച്ചിരിക്കണം. അത് എത്ര ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം? ഈ ഫ്ലവർ നമ്മൾ ഒരു 15 ദിവസം ഇടവിട്ട് ജൈവവളവും രാസവളവും മാറി കൊടുക്കുക. ഫ്ലവർ ആകുന്നതിന് മുമ്പോ അതോ ഫ്ലവർ ആയതിനു ശേഷം പൊട്ടാഷ് കൂടിയ വളങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കണം. പിന്നെ ഇതിനകത്ത് DAP കൊടുക്കാം. പൊട്ടാഷ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ പൂച്ചെടി ഇതിന്റെ ഒക്കെ പരിപാലനത്തിൽ തന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതെ, എല്ലാവരും സഹായിക്കുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ഒക്കെ വരുമ്പോൾ നല്ല പണി വരുന്നുണ്ട്. റിപ്പോർട്ടിങ്, പ്രൂണിങ് നല്ല സമയം എടുക്കും. അല്ല, അങ്ങനെ വേണ്ട. നമ്മളിത് ഏകദേശം ഇതിന്റെ ഒരു രീതികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാ. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്നും ചെടികളുടെ ചോട്ടിൽ കൂടെ ചെല്ലണം. അതെ. കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാരക ശലഭത്തിന്റെ മുട്ട. ശലഭം വന്ന് മുട്ടയിടുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് വലിയ ലാർവ വന്നിട്ട് നമ്മുടെ ചെടി നശിപ്പിച്ച് കളയും. അത് ചുരുണ്ട് പോലെ നിൽക്കുന്ന അത് ഓരോ വെറൈറ്റിയുടെ അതങ്ങനെ അല്ല. വേറെ മരുന്നുകളൊന്നും വേറെ മരുന്ന് പറഞ്ഞാൽ ഇതിന് സ്പൈഡർ മൈറ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. അതാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ അന്തകനായിട്ട് വരുന്നത്, അടീനീത്തിന്റെ. അത് വളരെ നമുക്ക് കാഴ്ചക്ക് കിട്ടിയല്ലാത്തൊരു ചെറിയ പ്രാണിയാണ്. അതിന് അബാസിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അത് 1 മില്ലി 1 ലിറ്ററിൽ കണക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ വേപ്പെണ്ണ എമൽഷന് അടിക്കാം. സോപ്പ് വെള്ളം കൂടെ കൂട്ടി. അത് നല്ലതാണ്. ഇത് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിയിൽ ഒരു ചെറിയ അത് റൂട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ സംവിധാനമാണ്. തൈ മുറിച്ചിട്ട് അതിനെ ഒരു 5-6 ദിവസം ഹീലിംഗ് പീരീഡിലേക്ക് വെക്കും, സാഫൊക്കെ തേച്ചിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു പരന്ന ടൈലോ അല്ലെങ്കിൽ ഒരു പരന്ന പ്ലാസ്റ്റിക്കിലോട്ടോ അതിൻ്റെ സീറ്റിങ്ങിലാക്കിയിട്ട് പോട്ട് ചെയ്യും. പോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന വേരുകൾ നമുക്ക് ഇഷ്ടമുള്ള ആ അകലത്തിലാക്കിയിട്ട് ബാക്കിയുള്ളതിനെ മുറിച്ച് മാറ്റും. അങ്ങനെ 2-3 പ്രാവശ്യം റീപോർട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു പരുവത്തിലേക്ക് വരുള്ളൂ.
അതുകൂടാതെ ഈ സൈഡിൽ നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു കളക്ഷനും വേറെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഒരു 8-9 സൈസിലുള്ള ഓർക്കിഡിൻ്റെ വെറൈറ്റികൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു ടൈം ആകുന്നേ ഉള്ളൂ. കാരണം ഇപ്രാവശ്യത്തെ കാലാവസ്ഥയുടെ എന്തോ ആണോ എന്നറിയില്ല. പൂക്കളൊക്കെ ഇതിനു മുമ്പ് ആയി തീരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂക്കളും ശരിക്കും ആയി വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഡബിൾ പെറ്റല്, അതുപോലെ തന്നെ ത്രിബിൾ പെറ്റൽ, അങ്ങനെ പല ടൈപ്പിലുള്ള ഫ്ലവർ. ഇതൊക്കെ ഒരു വേറെ വെറൈറ്റി, അതിന് കാണാത്ത സൈസിലുള്ള വെറൈറ്റികളാണ്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുണ്ട്. ഈ കഡും കളറായിട്ട് ഒരെണ്ണമുണ്ടല്ലോ, ഒരു കളർ ഒന്നും അതല്ല, ഞാൻ ഇതിലൊക്കെ കണ്ട, പക്ഷെ അതിന് ഞാൻ ഫേക്കാണോന്ന് അറിയില്ല. വയലറ്റാ? വയലറ്റ് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കുമിൾനാശിനിയിൽ മുക്കും. എന്നിട്ട് നമ്മൾ ഒരു 5-6 ദിവസം പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ. പ്ലാസ്റ്റിക്കിന്റെ അത് കുഴപ്പമില്ല, പക്ഷെ കാടക്സ് വണ്ണിച്ചിട്ട് തിക്കി പൊട്ടിച്ച് കളയും. ഒരു വർഷമൊക്കെ കസ്റ്റ് ചെയ്തു. പെട്ടെന്ന് കാടക്സ് വണ്ണിക്കുമ്പോൾ പൊട്ടിച്ച് കളയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതിലൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികളൊക്കെ ഇനി അത്യാവശ്യം നമുക്ക് വേണ്ടവർക്ക് ഇവിടുന്ന് സെയിലുണ്ട്. ചെറിയ തോതിൽ സെയിലുണ്ട്. ചെറിയ തോതിലൊക്കെ സെയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ നമ്പർ കൊടുക്കാം. അപ്പം പരിചയപ്പെട്ട് വളരെയേറെ സന്തോഷം. ഓക്കെ. പൂച്ചെടികളുടെ മാത്രമല്ല, ഇതുപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെ ഒരു ഇത് വർക്കും ചെയ്യുന്നുണ്ട്. ഇത് സിമെന്റിൽ ചെയ്ത ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇതുണ്ട്, അത് തടിയിൽ കൊത്തി എടുത്തതാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അതുണ്ടല്ലേ, ഒരു ഇതും തടിയല്ലേ? അത് തടി. അതുപോലെ തന്നെ കണ്ടല്ലേ, ഒരു പശുവും കിടാവും. ഇത് തടി തന്നെയല്ലേ? ഒറ്റ തടിയല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഇതും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനൊന്നുമില്ല, അത്യാവശ്യം നമ്മളെ വീട്ടിൽ സൂക്ഷിക്കാൻ മാത്രമല്ല. നോക്കണ്ട. ശരി, അത്